ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഫിയസ്റ്റ റിസോർട്ട്. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഗണപതിയുടെ സ്റ്റാച്ചു ആണ്. പിന്നെ ഈ റിസോർട്ട് കെംപെഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 18 കിലോമീറ്റേഴ്സ് ഉണ്ട്. കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് റൈറ്റ് സൈഡിൽ റിസപ്ഷൻ, ലെഫ്റ്റിൽ സീറ്റിംഗ് ഏരിയ. പിന്നെ ഈ ബ്ലൂ ഫ്ലോറിങ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മൊത്തത്തിൽ അട്രാക്റ്റീവ് ആയിരുന്നു. പെയിൻറ്റിങ്സ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. വാൾ പെയിൻറ്റിങ് മാത്രമല്ല, ഈ എല്ലാ റൂംസിൻ്റെയും ഫ്രണ്ടിൽ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ആൻറ്റിക് കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻഡോർ ഗെയിംസ് കളിക്കണമെങ്കിൽ ഇൻഡോർ ഗെയിംസും ഉണ്ട്. ലെറ്റ്സ് മൂവ് ഓൺ ടു റൂം ടൂർ. ഇവിടെയും നമ്മൾ എല്ലാം ഹോട്ടൽ റൂമിൽ കാണുന്ന പോലെ യെല്ലോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റൂം ചെറുതാണെങ്കിലും കബേർഡ്സ് ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ എവിടെ നോക്കിയാലും കബേർഡ് തന്നെയായിരുന്നു. പിന്നെ റൈറ്റ് സൈഡിൽ TV, 2 പേർക്ക് ഇരിക്കാനുള്ള നൂക്ക് ഏരിയ. ഇത് ബാൽക്കണി അല്ല, പക്ഷേ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു നിൽക്കാനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ റൂംസും ഗാർഡൻ ഫേസിങ് ആണെന്ന്. നൈറ്റ് ടൈമിലായിരുന്നു കുറച്ചും കൂടെ ഭംഗി ഈ വ്യൂ ഒക്കെ കാണാൻ. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രോപ്പർട്ടി ടൂർ എടുത്തു. ഇതൊരു ഹ്യൂജ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ ചെറിയൊരു പോണ്ട്. പിന്നെ നമ്മൾ നിന്ന സമയത്ത് അവിടെ ഒരു വെഡ്ഡിങ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഫിയസ്റ്റ റിസോർട്ട് ആൻഡ് ഈവൻറ്റ്സ് നടക്കുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്ലേസാണ്. ഇതായിരുന്നു ഡൈനിങ് ഏരിയ. ഇവിടെ നിങ്ങൾക്ക് ടീ, കോഫി, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം കിട്ടും. പിന്നെ പൂളില്ലാത്ത എന്ത് റിസോർട്ടല്ലേ. പൂൾ നല്ല നീറ്റും നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഈ റൂം ഫുള്ളും ഗാർഡൻ ഫേസിങ് എന്ന് പറയുമായിരുന്നു. പക്ഷെ ഓഡിയോ അത്രയും ക്ലിയർ ആവാത്തതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു 2 days വെക്കേഷനോ സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു റിസോർട്ടാണ്. നല്ല പീസ്ഫുൾ, കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. പിന്നെ ബാംഗ്ലൂരിൻ്റെ ഉള്ളിലായതുകൊണ്ട് നിങ്ങൾക്ക് അധികം ട്രാഫിക് മാറ്റി വെച്ചാൽ അധികം ട്രാവൽ ചെയ്യേണ്ടി വരില്ല. പിന്നെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷനും ഉണ്ട്. ഇവിടെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസും ഉണ്ട്. ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചില്ല് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. See you in my next video. Bye bye.